ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്കിന്ന് കോളിഫ്ലവർ കറി ഉണ്ടാക്കാം കേട്ടോ. അതിനായി ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ഒരു ഫ്രൈ ആക്കി എടുക്കണം, ഒത്തിരി അങ്ങ് ആക്കണ്ട. അതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പം നമുക്കതിൻ്റെ ഒരു ഇത് പച്ചമണമൊക്കെ മാറുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പച്ചമണം ഈ പച്ച ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു അത്യാവശ്യം വലിയൊരു സവാളയാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്, ചതച്ചതാണ് കേട്ടോ. ഇനി മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഇറച്ചി മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിക്കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനൊക്കെ ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ, ഇറച്ചി വേകുന്നൊരു മണമുണ്ട് കേട്ടോ. ഒന്ന് കറി കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. താങ്ക് യു. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Thank you.